സർക്കാർ സ്വകാര്യ സ്വാശ്രയ കോളേജിലെ മുഴുവൻ മെഡിക്കൽ സീറ്റിലേക്കും കേന്ദ്ര പ്രവേശന പരീക്ഷ നീറ്റ് അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ പ്രവേശനം. ഫീസ് ഘടന സംബന്ധിച്ചാണ് പ്രധാനമായും ധാരണയിലെത്താനുള്ളത്. ഇന്റർ ചർച്ച് കൗൺസിൽ മാനേജ്മെന്റിന് കീഴിലുള്ളതൊഴികെ മുഴുവൻ സ്വകാര്യ സ്വാശ്രയ കോളേജിലും 4 തരം ഫീസ് ഘടന നിലവിലുണ്ട്. ഇന്റർ ചർച്ച് കൗൺസിലിന് കീഴിലുള്ള കോളേജുകളിൽ ഏകീകൃത ഫീസ് ഘടനയും 50% സീറ്റുകളിൽ സർക്കാരും ബാക്കി 50%-ത്തിൽ മാനേജ്മെന്റുകളുമാണ് പ്രവേശനം നടത്തിയിരുന്നത്. ഇപ്പോൾ പ്രവേശനത്തിന് നീറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി മുഴുവൻ സീറ്റിലും പ്രവേശനാധികാരം സംസ്ഥാന സർക്കാരിന് നൽകി. മുഴുവൻ സീറ്റിലും പ്രവേശനമ്പോൾ വ്യത്യസ്ത ഫീസ് ഘടന നടപ്പാക്കാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ ഏകീകൃത ഫീസായി വൻ തുകയാണ് മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ മാനേജ്മെന്റുകൾക്ക് വഴങ്ങിയാൽ സ്വാശ്രയ കോളേജിലെ മെറിറ്റ് സീറ്റുകളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. പ്രതിസന്ധി മറികടക്കാൻ വിവിധ പാർട്ടികളുടെ അഭിപ്രായം തേടുകയാണ് സർവകക്ഷി യോഗത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രവേശന നടപടികൾക്കായി നേരത്തെ തന്നെ പരീക്ഷാ കമ്മീഷണറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.